ഹലോ, സംഭവം എന്താണെന്ന് മനസ്സിലായോ? സത്യം പറയാലോ, ഈ കേക്കിന് ഓർഡർ ആദ്യം വന്നപ്പോൾ ഞാൻ ഹേ സിറി വാട്ട് ഇസ് ന്യൂ ജീൻസ് എന്നാണ് ചോദിച്ചത്. പിന്നെ സിറി ചേട്ടൻ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി ഇത് സൗത്ത് കൊറിയയിലുള്ള ഒരു ഗേൾസ് ബാൻഡാണെന്ന്. ഇപ്പം നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അതേന്നേ, കേക്കിൻ്റെ ഓർഡർ തന്ന ഒരു ജെൻസി കിഡ് തന്നെയാണ്. ആൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മരിയാൻ്റെ ഈ കേക്ക് കുളമായാലും കുഴപ്പമില്ല, എനിക്ക് ഈ കേക്കിൻ്റെ ടോപ്പേഴ്സ് ഒന്ന് പ്രോപ്പറായിട്ട് അതിൽ പ്ലേസ് ചെയ്യുക, പിന്നെ അതാ ഈ ഡൂഡിൽസും വരയ്ക്കുക. കുട്ടിക്ക് എന്നെ ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. പണ്ട് ട്രേസിംഗ് പേപ്പർ വെച്ച് റെക്കോർഡ് ബുക്ക് വരച്ചുകൊണ്ടിരുന്ന എന്നോടോ ബാല. പിന്നെ മോള് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ആൻറ്റി കുളവായാലും കുഴപ്പമില്ല, ആൻറ്റിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോന്ന്. ആ ഒരു കോൺഫിഡൻസിലാട്ടോ ഞാൻ ഈ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരേക്ക് ഈ കാണുമ്പോൾ 18 വർഷം മുന്നേ ഉള്ള എന്നെ തന്നെയാട്ടോ ഞാൻ ഓർക്കുന്നത്. അതേന്നേ, നമ്മളുടെ ടീനേജ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ചിരുന്ന കാലം പഠിക്കാന്നുള്ള ഉത്തരവാദിത്തം ഇല്ലാതെ വേറെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നൊരു കാലം നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ? SSLCയും +2വും ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പ്രിപ്പറേഷനും. ഇപ്പം എന്നെ പോലെ ആ കാലത്തിലോട്ട് നിങ്ങളും ഒന്ന് പോയോ? എങ്കിലൊന്ന് കമൻ്റ് ഇട്ടോളൂ കേട്ടോ, നമുക്ക് ഉടനെ കാണാം.